ഹായ് ഗൈസ്, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു കിണ്ണം കാച്ചി സാധനം ലോഡിംഗ് ആണ് തോന്നിയത്. നമ്മളെ കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത് തുടക്കം തന്നെ നടുക്കിക്കൊണ്ടാണ്. ഒരു സാധാരണ സീനാണ്. നമ്മളിത് ഇങ്ങനെ ഒരു സീനിലോട്ട് എത്തുന്നു പ്രതീക്ഷിക്കൂല. ആ ഒരു കിക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സീൻ ഒരു തരിച്ചു നിൽക്കുന്ന ഒരു ഫീൽ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിഷയത്തിലോട്ട് വരുന്നതും കുഞ്ചാക്കോ ബോബന്റെ ഇൻട്രോ കിട്ടിയിട്ടുണ്ട്. CI ഹരി എന്നുള്ള ഭയങ്കര ഷാർപ്പായ, ഭയങ്കര ബ്രില്യന്റ് ആയ, എന്നാൽ ഭയങ്കര റൂഡാണ്, ഭയങ്കര ഹാർഷാണ് കാര്യങ്ങളോട്. അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് വമ്പൻ ഒരു കിക്ക് ഓഫ് വന്നിട്ട് തന്നെയാണ് തുടക്കം. ഭയങ്കര ഇൻട്രോ ആയിട്ടുണ്ട്. ആ ഒരു മേക്കപ്പിലും എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. നമുക്കറിയാം കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫെയർ ആയിട്ട് ഒരു ക്യൂട്ട് ഫേസിൽ നടനാണ്. അപ്പൊ അതൊക്കെ മേക്കപ്പിലൊക്കെ നല്ല മാറ്റം വരുത്തി, ഹെയർ സ്റ്റൈലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരു ഹാർഷ് ആൻഡ് റൂത്ത്ലെസ് ആയ പോലീസ് ഓഫീസറിന്റെ ലുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കിടുവാക്കിയിട്ടുണ്ട്. അത് മേക്കപ്പിലൊക്കെ കുറച്ചൊരു ഒരു ഷെയ്ഡൊക്കെ, ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് ആ ഒരു ഫീലിംഗ് എല്ലാം കിടുവാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കരമായ അടിപൊളിയായ ഇൻട്രോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫാമിലി ട്രോമ സംഭവങ്ങളിലോട്ട് പതിയെ കയറി ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നം നമ്മളങ്ങ് ഹിറ്റ് ചെയ്യും. അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇടിച്ചു കയറിയ ഇമോഷൻ. സത്യം പറഞ്ഞാൽ ആ ഇമോഷണൽ ഹൈപ്പൊക്കെ നല്ല ഫീലിംഗ്, നല്ലൊരു ഓളം, നല്ലൊരു എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തിയേറ്ററിൽ. നമ്മളൊരു ഇമോഷണൽ ഒന്ന് പിടിച്ചിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു മാലയുടെ കേസുമായിട്ട് ജഗദീഷ് വരുന്നത്, പിന്നെ അങ്ങോട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഗ്രോത്ത് ഒക്കെ കിടിലായിന്. ഇൻവെസ്റ്റിഗേഷൻ ത്രിൽ ഫീലിംഗും ഉണ്ട്, എന്നാൽ ഭയങ്കരമായിട്ടൊരു ഫാമിലി ഇമോഷൻ എല്ലാം കൂടി ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് പടം. നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്, സീറ്റിൽ പിടിച്ചിരുത്താൻ സിനിമക്ക് പറ്റുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ പേരായിട്ട് വന്ന പ്രിയാമണിയാണ്. പ്രിയാമണിക്ക് കുറച്ചൊരു സീരിയസ് ആയ റോളാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. മീനാക്ഷി അനൂപ് വരുന്നുണ്ട് മകളായിട്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റംസാൻ വരുന്നുണ്ട്. റംസാൻ ശരിക്കും പറഞ്ഞാൽ മഴവിൽ മനോരമയിലെ സൂപ്പർ ഡാൻസിൽ കണ്ട മുതല് ഭയങ്കരമായിട്ട് ഞാനൊരു ഫാൻ ഗേളാണ്. ഭയങ്കര അടിപൊളിയായ ഡാൻസ് സംഭവങ്ങളാണ് പുള്ളിക്കാരന്റെ കയ്യിലുള്ളത്. പക്ഷെ സിനിമാ സംഭവത്തിലോട്ട് കയറിയ നല്ല റോളുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. ഇപ്പൊ ഇതാ കുറച്ച് ദിവസം റോളുകളായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തൊട്ട് മുന്നേ റൈഫിൾ ക്ലബിൽ കുറച്ച് വലിയ റോൾ കിട്ടി. അപ്പൊ ഇതിലും കുറച്ച് നല്ല റോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കുറച്ചധികം ഹെവിയാണ് റോള്. ആ ഹെവിനെസ് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റി ഞാൻ പറയില്ല. ഡ്രഗ് അടിക്കുന്ന ചെക്കെന്നില്ല ആ ഒരു ഫീലിംഗ് ഫുള്ളായിട്ട് എത്തിയിട്ടില്ലെങ്കിലും മോശമാക്കാതെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ശ്രമം നടന്നിട്ടുണ്ട്. പിന്നെ കിടുക്കി മച്ചാന്ന് പറഞ്ഞ വിശാഖ് നായറാണ് വില്ലന്റെ സൈഡിലാണ്. പക്ഷെ എന്മാതിരി വില്ലൻ നമുക്ക് കൈ കിട്ടി 2 ഇട്ടി കൊടുക്കാൻ തോന്നുന്നു. അത്രയും ക്രൂരത സംഭവം സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ക്രൂവലായിട്ടുള്ള ഹെവിയായ വില്ലനാണ്. അത് ഫുള്ളായിട്ട് പുള്ളിക്കാരൻ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിശാഖിന്റെ ആക്ടിങ്ങിൽ മാത്രമല്ല, ഹെയർ സ്റ്റൈല്, മേക്കപ്പില് എല്ലാത്തിലും നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്ക്രീനിലോട്ട്. ഇത് കൂടാതെ 2 ചെക്കന്മാരുണ്ട് വിശാഖിന്റെ കൂടെ. അവർ നന്നായിട്ട് 2 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ 2 പേര് എന്ത് ഹെവിയായ വില്ലത്തിമാരായിട്ടുണ്ട്. ഒരു നമുക്കിങ്ങനെ ദേഷ്യം വരും അവരെ കാണുമ്പോഴേ. ആ ഒരു ലെവലിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഉണ്ട് ക്യാരക്ടർ റോളിൽ, നന്നായിട്ടുണ്ട്. ഒരുപാട് സിനിമയെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ലെങ്കിലും ഉള്ള പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സംഭവം JXP ജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അമ്മയെ സീൻ തന്നെ ഭയങ്കര ക്രൂവലാണ്. ഒരുപാട് കൊല സീനുകളും കാണും. നമ്മളിങ്ങനെ അറപ്പ് തോന്നുന്ന മൊമെന്റ്സ് ഉണ്ട്. അതിന് അമ്മാതിരി ഒരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ഏറ്റവും ഭയങ്കര ഒരു തിയേറ്ററിൽ അമ്മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് JXP ജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സിനിമയുടെ പടത്തിന് സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ഹീറോ ബിജുലിലെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട്, നായാട്ടിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ജിത്തു അഷ്റഫാണ് ഇതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. കിഡു മേക്കിംഗ്, കിഡു സംവിധാനം ഭയങ്കരമായിട്ട് ഗ്രിപ്പിംഗ് ആയി പിടിച്ചിരുന്നുണ്ട്. പിന്നെ വേറെ ലെവലാക്കിയിട്ട് ഷഹി കബീറിന്റെ സ്ക്രിപ്റ്റ്. ഈ ഷഹി കബീർ എന്ന് പറയുന്നത് നമ്മൾ ജോസഫിന്റെ, നായാട്ടിന്റെ എല്ലാം തിരക്കഥാകൃത്താണ്. അപ്പം ഏത് ലെവലാന്ന് പിടിച്ചിരിക്കുന്നത് പറയാനില്ല. അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചിറയുടെ ഡയറക്ടറാണ്. എമ്മാതിരി ടീമാണ് ഡയറക്ടറും റൈറ്ററും, ഭയങ്കര ഹെവി ടീം. സത്യം പറഞ്ഞാൽ പടത്തിൽ നമ്മൾ കുറെ സമയത്ത് ഈ ഹരി എന്നുള്ള CI ഹരി എന്നുള്ള ക്യാരക്ടർ ആകുമ്പോൾ ജോസഫിന്റെ ചായ ഉണ്ടായിരുന്നു. ജോസഫ് എന്നുള്ള സിനിമയില് ജോജു കേസ് ഉണ്ടെന്നാണല്ലോ, ഓരോ തെളിവുകളെ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനിങ് ഉണ്ടല്ലോ. ഒരു സംഭവത്തെ കണ്ടാല് അതിന് തെളിവുകൾ കണ്ടെത്തുന്ന ജോസഫിന്റെ സ്റ്റൈൽ ഓഫ് ഒരു തെളിവ് കണ്ടെത്തൽ ഈ സിനിമയിലുണ്ട്. ഞാൻ അപ്പൊ വിചാരിച്ചത് ജോസഫുമായിട്ട് ഭയങ്കര സിമിലർ ആണല്ലോ ഈ കുഞ്ചാക്കോ ബോബന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈല്. വീട്ടിലെത്തി പുള്ളിക്കാരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ജോസഫിന്റെ റൈറ്ററാണ് ഇയാള്. സത്യം പറഞ്ഞാൽ ജോസഫ് പ്ലസ് 5ാം പാതിര ആ ഒരു ഫീലിംഗ് ആണ് പടം തരുന്നത്. ഹെവി പടാണ്, ഭയങ്കര വയലൻസ് ഉണ്ട്. ഒരു കാരണവശാലും കുട്ടികളെ കൂട്ടി പോകാൻ പറ്റില്ല. ഗംഭീര പടം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പടം വൈസ് കിടുവാണ്. സത്യം നമ്മൾ ഈ പടം കണ്ടുവരുമ്പോ ഇത്രയും കൊലപാതകങ്ങളും ഈ ഡ്രഗ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചു എന്നൊക്കെ കാണുമ്പോൾ ഒരു
വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് സിനിമ കണ്ടുവരുമ്പോ. അത് ബാക്കി ഉണ്ടാവും. ഡ്രഗ് യൂസ് ചെയ്യുമ്പോ ആ മനുഷ്യന്മാരൊക്കെ എന്താണ് അവരുടെ ഒരു ഹയസ്റ്റ് ഫീലിംഗ്, അതായത് വെറുപ്പാണോ അല്ലെങ്കിൽ ഒരാൾ ദേഷ്യം കാണിക്കലാണോ, അത് ഹൈ ആവുകയാണ് ചെയ്തത്. അവര് ശരിക്കും മനുഷ്യൻ എന്നുള്ള ലെവലിൽ നിന്ന് മാറി ആ ഇമോഷന്റെ മേലെ അവരിങ്ങനെ വർക്ക് ചെയ്യുന്നു. എത്രമാത്രം ഡേഞ്ചറസ് ആണ് ഡ്രഗ് എന്നുള്ളൊരു സംഭവം, അതിന് എത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്ന് വളരെ ക്ലിയർ ആയിട്ട് പടം കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് പടം. അപ്പം ഞാൻ ഹൈലി എക്സൈറ്റഡ് ആണ് പടം കണ്ടിട്ട്. നിങ്ങൾ ഈ പടം കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ചാക്കോ ബോബൻ എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, വിശാഖ് നായർ എങ്ങനെയുണ്ട്, എല്ലാവരും കിടക്കിയില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ ഈ സിനിമ കാണാൻ വെയിറ്റിംഗ് ആണോ അല്ല സിനിമ കണ്ടോ? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റും ലൈക്ക് പോരട്ടെ. അപ്പൊ അത്രയില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷോ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.